നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയെ തള്ളിപ്പറയുന്നവരെ അതിഥികളാക്കുന്ന നടപടി ശരിയാണോ? പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയെ വിമർശിക്കുന്ന നിലപാട് സ്വീകരിച്ച മുൻ പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ചിരിക്കുകയാണ് ദുബായിലെ ഒരു മലയാളി കൂട്ടായ്മ. കുസറ്റ് അലുമിനിയം എന്ന മലയാള കൂട്ടായ്മയ്ക്കെതിരെയാണ് വ്യാപക വിമർശനമുയരുന്നത്. എന്തായാലും സംഭവത്തിൽ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ABVP പരാതി നൽകി. അതുമാത്രമല്ല, ഈ മലയാളി കൂട്ടായ്മ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ യൂണിവേഴ്സിറ്റി നടപടി സ്വീകരിക്കണമെന്നും ABVP ആവശ്യപ്പെട്ടു. തീവ്രവാദ സംഘടനയായ ഈ അലുമിനിയം ഗ്രൂപ്പ് കുസാറ്റിനെ ഭാരതം മുഴുവൻ അപമാനം വരുത്തിവെച്ചു. തീവ്രവാദിയായ അഫ്രീദിയെ സ്വീകരിക്കുവാനും വേദി നൽകുവാനും തീവ്രവാദികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്തരക്കാർ നമ്മുടെ നാടിന്റെ ഭാഗമാണ് ഇവർ എന്ന് കരുതാൻ സാധിക്കില്ല. സ്വയം തീവ്രവാദികളാണെന്നും പാകിസ്ഥാനോട് കൂറുള്ളവരുമാണ് എന്ന് ഈ പ്രവൃത്തിയിലൂടെ അവർ തെളിയിച്ചു. കുലംകുത്തികളായ ഇവർക്കെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടാകണം. ഏപ്രിൽ 22-ന് 26 പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഷാഹിദ് അഫ്രീദി നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മലയാള കൂട്ടായ്മയ്ക്കെതിരെ സോഷ്യൽ മീഡിയ തിരിഞ്ഞത്. അഫ്രീദിയെ ഉച്ചത്തിലുള്ള ആർപ്പുവിളികളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. മെയ് 25-ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനിയം അസോസിയേഷൻ ദുബായ് ഔട്ട് മെത്തഹയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ 2025 എന്ന പരിപാടിയിലാണ് ഇരുവരും എത്തിയത്. ഇവരെ ചടങ്ങിന്റെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതോടകം വൈറലായി കഴിഞ്ഞു. സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ ഊഷ്മള സ്വീകരണം നൽകിയത്. തൊട്ടടുത്ത പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം. കേരളത്തിൽ നിന്നുള്ള ആരാധകർക്ക് തന്നോടുള്ള പ്രത്യേക സ്നേഹവും അഫ്രീദി വേദിയിൽ പങ്കിട്ടു. കേരളത്തിലെ ജനങ്ങളോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ച അഫ്രീദി അവരുടെ ഊഷ്മളമായ ആതിഥ്യ മര്യാദയും സമ്പന്നവുമായ ഭക്ഷണ സംസ്കാരത്തെയും കുറിച്ചും എടുത്തു പറയുന്നു. ഏപ്രിൽ 22-ന് പാക് പിന്തുണയുള്ള ഭീകരർ 26 നിരപരാധികളെ കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു എന്നാണ് അഫ്രീദി കളിയാക്കിയത്. പാകിസ്ഥാനുമേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെ എന്നായിരുന്നു ഷാഹിദിന്റെ ആരോപണം. അരമണിക്കൂറോളം ആക്രമണം നടന്നിട്ടും ഒരു ഇന്ത്യൻ സൈനികൻ പോലും വന്നില്ലെന്നും സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് പഴി പാകിസ്ഥാനുമേൽ ചുമത്തുകയാണ് ഇന്ത്യ എന്നുമാണ് അഫ്രീദി ആരോപിച്ചത്. ദുബായിലെ മലയാളി കൂട്ടായ്മ നടത്തിയ ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്നാണ് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നത്. എന്തായാലും ഈ പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിലുള്ള രോഷവും അമർഷവുമാണ് സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നത്.